ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട റൈറ്റ് വിങ് പൊളിറ്റീഷ്യൻസ് എന്താണ് ബ്രിട്ടനിൽ നടത്തിയത്, എന്താണ് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും നടത്തിയത്, അതേപോലെ കാനഡയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഈ ഒരു പരിപാടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് കീർ സ്റ്റാമർ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇപ്പം പറയുന്നത്. അവർ ഒത്തിരി ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. കാരണം അല്ലെങ്കിൽ അവർക്ക് പൊതുജനമായ സപ്പോർട്ടൊന്നും കിട്ടത്തില്ല. എന്താണ് കൺസർവേറ്റീവ് പാർട്ടി പറയുന്നത്? അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്പോസിഷൻ ആ പാർട്ടിയും കീർ സ്റ്റാമറിൻ്റെ പാർട്ടിയും വല്ലാതെ ഷിങ്കായി. റൈറ്റ് വിങ് പൊളിറ്റീഷ്യൻസ് കയറി ഒരു ഈ ഇമിഗ്രേഷൻ്റെ ഇഷ്യൂ മാത്രമാണ്. അവരുടെ സ്വാതന്ത്ര്യത്തെ അവിടെ പ്രൊട്ടസ്റ്റ്, അത് ഇത് ആഘോഷങ്ങൾ, അത് ഇത് പടക്കം പൊട്ടിയുടെ പ്രശ്നം, ചെണ്ടയടി, ഓണാഘോഷങ്ങൾ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുക. കാരണം മനസ്സിലാക്കാതെ അവരുടെ രാജ്യമാണ്. ആ രാജ്യത്ത് നമ്മളവിടെ പോയി ഓരോന്നും ചെയ്യുമ്പം അതിനെ പല രീതിയിലുള്ള ലീഗൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ട്. അത് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കാനഡയിൽ ഏറ്റവും കൂടുതൽ മോഷണവും ക്രൈമും അട്ടിപിടിയും നടത്തി ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ഇത് വായിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞൊരു ഷോക്കിങ്. ഇപ്പം എത്രയോ വർഷമായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ ജോലി ചെയ്യുന്നു, അവിടെ ബിസിനസ്സുകാരുണ്ട്, മറ്റു പല രീതിയും ചെയ്യുന്നു. അവരെ പോലും ബാധിക്കുന്ന രീതിയിലല്ലേ കാര്യങ്ങൾ പോകുന്നത്. ഇത് തന്നെ ഓസ്ട്രേലിയയിലുണ്ടായില്ലേ? അതായത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഒരു രാജ്യത്തിന് അവരുടെ സെക്യൂരിറ്റിയാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അത് കഴിഞ്ഞ് അവിടെയുള്ള ജനങ്ങൾക്ക് ജോലി കൊടുക്കുക. എന്നാൽ മാത്രമേ ആ രാജ്യം മുന്നോട്ട് പോകാൻ പറ്റൂ. ബാക്കിയുള്ളതൊക്കെ പറയുന്നത് പുറംചട്ടയ്ക്ക് പറയുന്നത് നീ വന്നാൽ ജോലി തരാം, അത് തരാം, ഇതൊക്കെ ചുമ്മാ പറയുന്ന. ഈ രാജ്യങ്ങൾക്കൊക്കെ അവരുടെ സെക്യൂരിറ്റി വലിയ ഇഷ്യൂ ആണ്.